ഹലോ, ഞാൻ വിഷ്ണുരാജ്. ഞാൻ ട്രിപ്പിൾ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഫാക്കൽറ്റിയാണ്. എന്നോട് ഒത്തിരി സ്റ്റുഡൻസ് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, സാറേ എന്തിനാണ് ഈ ലോജിക്കൽ റീസണിങ് ഞങ്ങളുടെ സിലബസിൽ, അത് കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് CSET സിലബസിൽ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആകുമ്പോൾ ഞങ്ങൾക്ക് എന്തിനാണ് ലോജിക്കൽ റീസണിങ് പഠിക്കേണ്ടതെന്ന്. ആ ചോദ്യം തന്നെ വളരെ ലോജിക്കലാണ്. കാരണം നിങ്ങൾ കുട്ടികൾ ഈ +2 വരെ പഠിക്കുമ്പോൾ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ കാണുന്നില്ല. എന്നാൽ നിങ്ങൾ +2 കഴിയും അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ പല എൻട്രൻസ് എക്സാമിനും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന പേപ്പർ കാണാറുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ മെയിനായിട്ട് ലോജിക്കൽ റീസണിങ് യൂസ് ചെയ്യുന്നത് പല പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താനും നല്ല ഡിസിഷൻസ് എടുക്കാനുമാണ്. അപ്പോൾ നിങ്ങൾ +2 വരെ പഠിക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമോ അല്ലെങ്കിൽ വലിയ ഡിസിഷൻസോ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ +2 വരെ ലോജിക്കൽ റീസണിങ് പഠിക്കാത്തത്. എന്നാൽ നിങ്ങൾ ഒരു CS പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ജോലി ഡെയിലി വലിയ ഡിസിഷൻസ് എടുക്കുക, വലിയ പ്രശ്നങ്ങൾ കൂടെ പോവുക, അതിന് പരിഹാരം കണ്ടെത്തുക. ഇതൊക്കെയാണ് മെയിനായിട്ട്. അവിടെയാണ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ പ്രസക്തി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആസ് എ കമ്പനി സെക്രട്ടറി നിങ്ങൾ ബുക്കിൽ പഠിച്ച കാര്യങ്ങളും റിയൽ ലൈഫ് സിറ്റുവേഷൻസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. അതുപോലെ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ എക്സെപ്ഷണലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അവിടെ ലോജിക്കൽ റീസണിങ് ആണ്. ഇനി CSET ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് വരുന്നത് പേപ്പർ 2 പേപ്പർ 2 പാർട്ട് B, ടോട്ടൽ 25 മാർക്സ്. ഓക്കെ, ഇവിടെ ഈ ലോജിക്കൽ റീസണിങ്ങിന് 3 മെയിൻ ഡിവിഷൻസ് ഉണ്ട്. ലോജിക്കൽ റീസണിങ് ഫസ്റ്റ് ഡിവിഷൻ, വെർബൽ റീസണിങ് സെക്കൻഡ് ഡിവിഷൻ, ദെൻ നോൺ വെർബൽ റീസണിങ് തേർഡ് ഡിവിഷൻ. ഇനി ഇതെല്ലാം കൂടെ ചേർക്കാണ്. ചാപ്റ്റേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 25 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുള്ളത്. ഇനി ചാപ്റ്റേഴ്സിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിൽ ഇഫ് ഐ ടോക്ക് അബൌട്ട് റീസണിങ് ബേസ്ഡ് ഓൺ നമ്പേഴ്സ്, കലണ്ടറിനൊരു ലോജിക് ഉണ്ട് അല്ലേ, ക്ലോക്ക്, നമ്മൾ ക്ലോക്ക് കാണുന്ന അതിൻ്റെ ആംഗിളൊക്കെ വെച്ച് ലോജിക് ഉണ്ട്. ദെൻ നമ്പർ സീരീസ്, അതാണ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ പാർട്ട്. ദെൻ വെർബൽ റീസണിങ് ഉണ്ട്. ഇവിടെ കോസ് ആൻഡ് എഫക്റ്റ് റീസണിങ്, ഒരു കോസും അതിൻ്റെ എഫക്റ്റും അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അസംഷൻ, അതായത് ചില അസംഷനെ ബേസ് ചെയ്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ദെൻ സില്ലോജിസം, അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ചാപ്റ്ററാണ്. ദെൻ ബ്ലഡ് റിലേഷൻസ്. ഇത്രയാണ് വെർബൽ റീസണിങ്. അടുത്തത് നോൺ വെർബൽ റീസണിങ്ങിലോട്ട് വരുമ്പോൾ അവിടെ കോഡിങ് ഡീകോഡിങ്, ആ വാക്കിൽ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ കോഡും ഡീകോഡും. ദെൻ ഒരു ആൽഫബറ്റ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ഒരു ചെറിയൊരു സെക്ഷനാണ്. അപ്പം ഇത്രയാണ് ഈ 3 മെയിൻ സെക്ഷനും അറൗണ്ട് 25 ചാപ്റ്റേഴ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾ CSET സ്റ്റേജ് മാത്രമല്ല CS എക്സിക്യൂട്ടീവ് സ്റ്റേജിൽ എങ്ങനെ ലോജിക്കൽ റീസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നോക്കാം. നമുക്കൊരു പേപ്പർ എടുക്കാം, സേ കമ്പനി ലോ എന്ന പേപ്പറിൽ ഒത്തിരി പ്രൊവിഷൻസ് ഉണ്ട്. ഈ പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ലോജിക്കൽ റീസണിങ് സഹായിക്കും. അതായത് നിങ്ങൾ ലോജിക്കലായിട്ട് കുറേ കണക്ഷൻസ് അവിടെ വരുത്താൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജ്. അതുപോലെ നിങ്ങളുടെ കേസ് ലോ അനാലിസിസും ലീഗൽ ഡ്രാഫ്റ്റിങ്ങും ഇതിലൂടെ ശരിയാക്കാൻ ലോജിക്കൽ റീസണിങ് സഹായിക്കും. അതെങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ക്ലെയിം വെക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കൺക്ലൂഷൻ പറയുന്നു. അപ്പോൾ കൺക്ലൂഷൻ അല്ലെ ക്ലെയിമിന് മുമ്പ് നിങ്ങൾ കുറേ എവിഡൻസസ് കൊടുക്കേണ്ടി വരും. ആ എവിഡൻസസ് അല്ലെ അതിന് മുമ്പുള്ള റീസൺസ് ലോജിക്കലായിട്ടാണോ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്നതെന്ന് നോക്കണം. എങ്കിലല്ലേ അവസാനം നമുക്കൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലെയിം വെക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു എക്സാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരു ആൻസർ എഴുതുന്നു, അവസാനം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ലോജിക്കലി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, ആ ലോജിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അവസാനം നിങ്ങൾക്ക് കറക്റ്റ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ലോജിക്കൽ റീസണിങ് ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല ഡിസിഷൻസ് എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. യു ക്യാൻ മേക്ക് ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഡിസിഷൻസ്. അതുപോലെ നിങ്ങൾക്ക് ചോയ്സ് ആണ്. ഇപ്പം നിങ്ങളുടെ CS എക്സിക്യൂട്ടീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോയ്സ് ആണ്, ഒരു ഒന്നല്ലേ ഓറിട്ട് വേറൊരു ക്വസ്റ്റ്യൻ എഴുതാൻ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് എടുക്കണം, ഏത് ചൂസ് ചെയ്യണം എന്നൊരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം സമയം കാണത്തില്ല വായിച്ച് ചിന്തിച്ച് ഡിസിഷൻ എടുക്കാൻ. അവിടെയും പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പം ജീവിതത്തിലും CS-ൻ്റെ ഈ യാത്രയിലും വളരെയധികം ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാനുണ്ട്. അതിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ലോജിക്കൽ റീസണിങ്. താങ്ക് യു.